നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ. An inspiring journey into the future. പൊതുപ്രവർത്തകൻ PS ലത്തീഫ് രചിച്ച കവിതാ സമാഹാരം രാപ്പാടി ജന്മങ്ങൾ പ്രകാശനം ചെയ്തു. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ VP ജോയി പ്രകാശനം നിർവഹിച്ചു. പൊതുപ്രവർത്തകനും മുൻകാല സർവീസ് സംഘടനാ നേതാവുമായ PS ലത്തീഫ് രചിച്ച രാപ്പാടി ജന്മങ്ങൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. സിറ്റിസൺസ് ഡേസിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ VP ജോയി പ്രകാശനം നിർവഹിച്ചു. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മൂവാറ്റുപുഴയിൽ കൂടുതലായി ഇടം ലഭിച്ചു വരുന്നത് ഭാഷയിലും സാഹിത്യത്തിലും താല്പര്യമുള്ളവരുടെ സജീവ സാന്നിധ്യത്തിലൂടെയും ഇടപെടലുകളിലൂടെയുമാണെന്ന് VP ജോയി പറഞ്ഞു. അക്കിത്തം ഒരു ശ്ലോകത്തിൽ എഴുതി, എല്ലാ വാക്കിനും അർത്ഥമുണ്ടവ ചിതം പോൽ ചേർത്ത് സാഗൂതമാം ഉല്ലേഖങ്ങൾ രചിക്കുവാൻ ഒരു മനുഷ്യായി സുഴിഞ്ഞിട്ടു ഞാൻ എന്ന്. എല്ലാ വാക്കിനും അർത്ഥമുണ്ട്. ആ അർത്ഥം ഈ അക്ഷരങ്ങൾ ചേരുമ്പോൾ ഈ അർത്ഥം വന്നു ചേരുന്നത് വലിയൊരു അത്ഭുതമാണ്. ആ രാസമാറ്റത്തിൻ്റെ ഒരു അത്ഭുതമാണത്. അപ്പോൾ അങ്ങനെ കവിത വാക്കുകൾ ചേരുമ്പോൾ ആശയങ്ങളും വികാരങ്ങളും വിചാരങ്ങളുമാവുന്നത് അതുപോലെ തന്നെ മറ്റൊരു വലിയ അത്ഭുതമാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചിത്രീകരണം വാക്കുകളിലൂടെ സംഭവിക്കുന്നു. മനസ്സിനെ സൂക്ഷിച്ചു വയ്ക്കുവാനായിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ച രാസവിദ്യയാണ് അക്ഷരവിദ്യ. അപ്പോൾ അക്ഷരവിദ്യ കൊണ്ട് മനസ്സിനെ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കവിതയുടെ അല്ലെങ്കിൽ ഏത് സാഹിത്യ സൃഷ്ടിയുടെയും പരമമായ അതിൻ്റെ ഒരു ധർമ്മം. അത് നല്ല രീതിയിൽ നേടിയ അതിനുള്ള ശേഷി ശ്രീമാൻ ലത്തീഫിനുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. പ്രമുഖ ഗാന്ധി ചിന്തകൻ പ്രൊഫസർ ഡോക്ടർ MP മത്തായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ TS ജോയി ഗ്രന്ഥാവലോകനം നടത്തി. ഡോക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം, സുരേഷ് കീഴിലം, PS ലത്തീഫ്, അഡ്വക്കേറ്റ് N രമേശ്, അസീസ് പാണ്ഡ്യാരപ്പിള്ളിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.